സതീശൻ ആഗ്രഹിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനേ പോകുന്നില്ല. അതിന് ശ്രമിച്ചാൽ ഒന്നുകിൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടാകില്ല, അല്ലെങ്കിൽ UDF എന്ന മുന്നണി തന്നെ ഉണ്ടാകില്ല. നോക്കൂ, ഇന്നിപ്പോൾ വളരെ ശക്തമായ വിമർശനങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് VM സുധീരൻ. എന്താണ് സുധീരൻ എന്ന് പറഞ്ഞത്? ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുന്നു. രണ്ട്, സർക്കാർ സുതാര്യത നിലനിർത്തണം. മൂന്ന്, പിൻവാതിൽ നടപടികൾ ഉണ്ടാകരുത്. ഇങ്ങനെ പറയുമ്പോൾ സുധീരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാതെ പറയുന്നത്? ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ സുതാര്യമല്ലാത്ത പിൻവാതിൽ ഇടപാടുകളുണ്ട് എന്ന് തന്നെയാണല്ലോ ഈ വിമർശനം വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്നല്ല കേട്ടോ, കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. സുധീരൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് സതീശനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നീക്കത്തെ എതിർത്തയാളാണ് സതീശൻ. അതാണ് സതീശനെ ഇന്ന് സുധീരൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഡൽഹിയിൽ പോയി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ നേതാവാണ് VM സുധീരൻ. ആ സുധീരനെയെങ്കിലും കുറഞ്ഞപക്ഷം സതീശൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം.